വാസ്തുശാസ്ത്രപ്രകാരം ചിലന്തികളുടെ നെഗറ്റീവ് ഊർജ്ജത്തെ ആകർഷിക്കുകയും അതിനെ നമ്മുടെ വീട്ടിൽ തന്നെ നിലനിർത്തുകയും ചെയ്യും. ഒരു വീട് വൃത്തിയായി സൂക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് നല്ലൊരു തിളക്കം ഉണ്ടാക്കും. മാത്രമല്ല നല്ല രീതിയിൽ ജീവിക്കാനുള്ള ആരോഗ്യപരമായിട്ടുള്ള ഒരു അന്തരീക്ഷവും നമുക്ക് നൽകും. അപ്പോൾ ഇത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് ധാരാളം മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണണം. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കില്ല. ചിലന്തി വലകൾ കുന്നുകൂടുന്നതിന് മുമ്പ് തന്നെ ഓരോ തവണ അത് നിർമ്മിക്കുമ്പോഴും അത് ഒഴിവാക്കി പോകുന്നതാണ് നല്ലത്. പൊതുവെ ചിലന്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു വല ഉണ്ടാക്കുന്നതിന് അതിന് 1 മണിക്കൂറോളം സമയമെടുക്കും. ചില ചിലന്തികളാണെങ്കിൽ കേടായ വലകൾ വീണ്ടും നന്നാക്കാറുണ്ട്. അതേസമയം മറ്റ് ചില ചിലന്തികൾ എല്ലാ ദിവസവും പുതിയ വലകൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കും. ഒരു ചിലന്തി അതിൻ്റെ വല ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, ഇര പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിച്ച അതിൻ്റെ ആ ഒരു വല അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ വല ശേഖരിക്കുന്നത് ഡസ്റ്റാണ്, അതായത് പൊടിപടലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതും നിങ്ങൾക്ക് വലിയ അലർജിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കും. വീടിനകത്ത് മാത്രമല്ല വീടിന് പുറത്തും ചിലന്തി വലകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. വീടിന് പുറത്തുള്ള ചിലന്തി വല ഒഴിവാക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മൾ ആദ്യം തന്നെ ഒരു ക്ലീനിങ് ഷെഡ്യൂൾ ഉണ്ടാക്കണം. അത് നമ്മൾ ഫോളോ ചെയ്യുകയും വേണം. വീടിൻ്റെ പൂമുഖവും വരാന്തയും മേൽക്കൂരയും ബാൽക്കണിക്ക് താഴെയും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ടും ക്ലീൻ ചെയ്യണം. നമ്മൾ പതിവായി ക്ലീൻ ചെയ്യുമ്പോൾ ചിലന്തികൾക്ക് അവിടെ വലയുണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് മാറും. അത് നിരുത്സാഹപ്പെട്ട് മടങ്ങിപ്പോകും. കാണാൻ വലിയ അരോചകമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ചിലന്തി വല വൃത്തിയാക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് ക്ലീൻ ചെയ്യാൻ സാധിക്കും. പൊതുവെ ചിലന്തികൾ എന്ന് പറയുന്നത് പറക്കുന്ന പ്രാണികളെയും കൊതുകുകളെയും ഒക്കെയാണ് കെണിയിൽപ്പെടുത്തുന്നത്. പൊതുവെ ഒരു ഡാർക്കായിട്ടുള്ളതും ശാന്തമായിട്ടുള്ള സ്ഥലങ്ങളുമാണ് ചിലന്തികൾ ഇഷ്ടപ്പെടുന്നത്. വീടിൻ്റെ ഷെയ്ഡുകളും ഗാരേജുകളും ഒക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. അവിടേക്കാണ് പൊതുവെ നമ്മുടെ ശ്രദ്ധ കുറഞ്ഞ ഭാഗങ്ങൾ. അവിടേക്കാണ് ചിലന്തി കൂടുതലായിട്ടും വല നെയ്യാൻ സാധ്യതയുള്ളതും. നിങ്ങൾക്ക് വാക്വം ക്ലീനർ ഉപയോഗിച്ചുകൊണ്ട് അത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ വാക്വം ക്ലീനർ നമുക്ക് പതിവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ആഴ്ചയിൽ 1-2 ദിവസം അത് ഉപയോഗിക്കാം. പൊതുവെ ഫുഡിന് വേണ്ടിയിട്ടാണ് പ്രാണികൾ വീട്ടിലേക്ക് വരുന്നത്. ഈ പ്രാണികളെ തേടിയിട്ടാണ് ചിലന്തികൾ അവിടെ വരുന്നതും വല നെയ്യുന്നതും ഒക്കെ. പ്രജനന സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പതിവായിട്ട് നമ്മൾ കീടങ്ങളെ അകറ്റുന്ന ഉൽപ്പന്നങ്ങളൊക്കെ തളിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇപ്പോൾ ഹാർഡ്വെയർ സ്റ്റോറുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കിട്ടും. ആ സ്പ്രേകൾ നമുക്ക് വാങ്ങിയിട്ട് വീടിന് പുറത്തും അകത്തും ഒക്കെ തളിക്കാൻ പറ്റും. നമ്മുടെ വീട് എപ്പോഴും അടച്ചിട്ടിരിക്കുന്നതാണെങ്കിൽ പോലും വിൻഡോകളിലൂടെയും ചെറിയ വിള്ളലുകളിലൂടെയും ഒക്കെ ചിലന്തികൾ അകത്തേക്ക് പ്രവേശിക്കും. അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ ചുവരുകളുടെയും അടിത്തറകളുടെയും ഒക്കെ വിള്ളലുകളിലായിരിക്കും താമസം തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ വിള്ളലുകളും കൃത്യമായിട്ട് കണ്ടെത്തി അത് അടയ്ക്കാൻ ശ്രമിക്കണം. വിൻഡോ ഡീസുകളുടെയും ഫർണിച്ചറുകളുടെയും വാതിലുകളുടെയും ചുവരുകളുടെയും ഇടയിലുള്ള വിള്ളലുകളിലാണ് ഇവ ഒളിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള വിള്ളലുകൾ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളവ കോൾക്കോ മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് അടയ്ക്കാൻ ശ്രമിക്കണം. ചിലന്തി വല അകറ്റുന്നതിന് വാക്വം ക്ലീനർ ഉപയോഗിക്കുന്നത് നല്ലതാണെങ്കിലും അതിന് നല്ലൊരു നിക്ഷേപം ആവശ്യമാണ്, നല്ലൊരു എമൗണ്ട് ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മാർഗ്ഗമുണ്ട്. നിങ്ങൾക്ക് സോഫ്റ്റ് ഡസ്റ്ററുകൾ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇത് വളരെ വിലക്കുറവാണ്. 250 രൂപ, 150 രൂപ, 300 രൂപ നിരക്കിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും. ഇതിൽ നീളമുള്ള പിടിയും ഉണ്ടാകും. അതുകൊണ്ട് നല്ല ഉയരമുള്ള ഭാഗങ്ങളിലേക്കെയുള്ള മാറാലകൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഫർണിച്ചറുകൾക്കും ചൂരുകൾക്കും ഒക്കെ ഇടയിലുള്ള വിള്ളലുകളിലൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം വിൻഡോകൾ ഓപ്പൺ ചെയ്ത് വെക്കുക. അല്ലാത്ത സമയം അത് ക്ലോസ് ചെയ്ത് വെക്കണം. മാത്രമല്ല ലൈറ്റുകൾ ഓഫ് ചെയ്യാൻ ശ്രമിക്കണം. ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം ലൈറ്റ് ഓൺ ചെയ്യുക. കാരണം വെളിച്ചം ധാരാളം പ്രാണികളെ വീടിനകത്തേക്ക് ആകർഷിക്കും. പ്രാണികൾ വരുമ്പോൾ ചിലന്തികളും അവിടേക്ക് എത്തും. അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്ത് വെക്കുക. രാത്രി സമയങ്ങളിൽ നിങ്ങൾക്ക് ഉറങ്ങുന്ന സമയത്ത് വേണമെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യാം. എന്നാൽ ചിലർ അവിടെ സേഫ്റ്റി മുൻഗണന നൽകിക്കൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്യാറില്ല. ചിലന്തി അകറ്റാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചില സസ്യങ്ങളും നട്ട് പിടിപ്പിക്കാവുന്നതാണ്. പൊതുവെ ലാവണ്ടർ, ലെമൺ ബാം, യൂക്കാലിപ്റ്റസ്, പുതിന തുടങ്ങിയവയെല്ലാം ചിലന്തികളെ തുരത്തുന്നതിന് വളരെയധികം നല്ലതാണ്. ഇവ നിങ്ങളുടെ ഡോറിൻ്റെയോ വിൻഡോയുടെയോ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് കാണാനും നല്ല മനോഹരമായിട്ടുള്ളതാണ്. അതുപോലെ നല്ല മണമുള്ളവയുമാണ്. ചിലന്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹാർഡായിട്ടുള്ള സുഗന്ധങ്ങളൊന്നും സഹിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് കുരുമുളക്, സിഡ്രിക്, വിനാഗിരി ഇവയുടെ ഗന്ധങ്ങളൊക്കെ അവർക്ക് വളരെയധികം അരോചകം ഉണ്ടാക്കും. അതുപോലെ തന്നെ പുതിന ഒരു നല്ല ജൈവകീട പ്രതിരോധമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഭൂരിഭാഗം പ്രാണികളും പുതിനയെ വെറുക്കുന്നവരാണ്. പുതിന പൊതുവെ നല്ല സുഗന്ധമുള്ളതാണ്. നമുക്കത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ഒരു ഗന്ധം ഉണ്ടായിരിക്കും. ചതച്ചുണക്കിയ പുതിന ഇലകൾ ചെറിയ പൊതികളിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. അടുക്കളയുടെ സൈഡിനോട് ചേർന്നൊക്കെ നിങ്ങൾക്കത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പുതിന കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പുതിനയുടെ ടീ ബാഗുകളും നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ചിലന്തി അകറ്റുന്നതിന് ഹോഴ്സ് ചെസ്നട്ടും വളരെ നല്ലതാണ്. നിങ്ങളിത് വാങ്ങിച്ചിട്ട് വിൻഡോ ഡീസുകളുടെ വാതിലിനോട് ചേർന്നൊക്കെ സൂക്ഷിക്കുക. ഇതിന് നല്ല ഷെൽഫ് ലൈഫ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് നാൾ കേടാകാതെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇത് മാറ്റി സ്ഥാപിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. കുറേ കാലം ഇതങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പെപ്പർമെൻറ്റ് ഓയിലുകളും ചിലന്തി അകറ്റാനുള്ള നല്ലൊരു മാർഗ്ഗമാണ്.
പലരും ഇന്ന് സുഗന്ധത്തിന് വേണ്ടി വീടുകളിൽ ഉപയോഗിക്കുന്ന പെപ്പർമെന്റ് ഓയിലുകൾ ചിലന്തികൾക്ക് വളരെ അരോചകം ഉണ്ടാക്കുന്നവയാണ്. ഉദാഹരണമായിട്ട് ടീ ട്രീ ഓയിൽ, ലാവൻഡർ, റോസ്, കറുവപ്പട്ട, ഇങ്ങനെ ധാരാളം ഓപ്ഷനുകളുണ്ട്. വിനാഗിരി ഉപയോഗിച്ചുകൊണ്ടും ഒരു പ്രതിവിധിയുണ്ട്. 1 ഗ്ലാസ് വെള്ളത്തിൽ 1/2 ഗ്ലാസ് വിനാഗിരി ചേർത്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലുകളിലാക്കി ചിലന്തിയുള്ള ഭാഗങ്ങളിലേക്ക് തളിച്ചു കൊടുക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അവിടെയുള്ള ചിലന്തി വലകൾ പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത ശേഷം ആ സ്ഥലങ്ങളിൽ നിങ്ങൾക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളിയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതിന് ശേഷം ഒരു കുപ്പി വെള്ളത്തിൽ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്ത മിശ്രിതം നിങ്ങൾക്ക് ഭിത്തിയുടെ വിള്ളലുകളിലും ഭിത്തിയുടെ ക്ലീൻ ചെയ്ത ഭാഗങ്ങളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചിലന്തികൾ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ അതോ അവ അവിടെ നിന്ന് പൂർണ്ണമായിട്ടും മാറിപ്പോയോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലന്തികൾ വീടിനുള്ളിൽ കടക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവ ഒളിഞ്ഞിരിക്കാൻ സാധ്യതയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളുടെ റൂമിൽ നിന്ന് മാറ്റണം. ചില ബാസ് ബോർഡുകളും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പലരും പല ഭാഗങ്ങളിലായിട്ട് വാരി വലിച്ചൊക്കെ ഇട്ടിരിക്കും. അതിൻ്റെ ഇടയിലേക്ക് ചിലന്തികൾ ഒളിഞ്ഞിരിക്കും. നിങ്ങൾ ക്ലീൻ ചെയ്താലും അവ അതിൻ്റെ ഇടയിൽ ഒളിഞ്ഞിരിക്കുകയും വീണ്ടും വല കെട്ടുകയും ചെയ്യും. അതുകൊണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നീക്കം ചെയ്യാൻ ശ്രമിക്കുക. വീടിന് പുറത്ത് യൂക്കാലിറ്റസ് പ്ലാന്റുകൾ നടുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇതിന് നല്ല സുഗന്ധമുണ്ട്. ഈ ഒരു സുഗന്ധം ചിലന്തികളെ അകറ്റി നിർത്താൻ വളരെയധികം സഹായിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ചിലന്തികൾ എല്ലാ സിട്രസ് സുഗന്ധങ്ങളെയും വെറുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിങ്ങൾക്ക് ഇതിൻ്റെ സ്പ്രേ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ സ്പ്രേകൾ ഓൺലൈനിലേക്ക് വാങ്ങാൻ കിട്ടും. സിട്രസ് പ്ലാന്റുകൾ നിങ്ങൾ നട്ടുപിടിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചിലന്തി വരുന്നത് ഒരു പരിധിവരെ നിങ്ങൾക്ക് തടയാൻ സാധിക്കും. അതുപോലെ തന്നെ നാരങ്ങയുടെ സ്മെല്ലുള്ള ക്ലീനറുകളും ഫർണിച്ചർ പോളിഷറുകളും എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചിലന്തികൾ വെറുക്കുന്ന ഒന്നാണ് ദേവദാരു. പക്ഷേ ഇത് വീട്ടിൽ നട്ടുപിടിപ്പിക്കുക പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ധാരാളം ഉൽപ്പന്നങ്ങൾ വിപണിയിലുണ്ട്. നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഗ്രാമ്പൂ നന്നായിട്ട് ചതച്ച ശേഷം അത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് മുറിയുടെ എല്ലാ മൂലകളിലും നിങ്ങൾക്കത് സ്പ്രേ ചെയ്യാം. ഇതും നല്ലൊരു ഓപ്ഷനാണ്. മാറാലകൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡസ്റ്റർ ഉപയോഗിക്കുമ്പോൾ അതിലൊരു മൈക്രോഫൈബർ തുണി ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ്. കാരണം ഇതൊരു കാന്തം പോലെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇത് ലോഹങ്ങളെ ആകർഷിക്കുന്നതിന് പകരം അഴുക്കിനെയാണ് ആകർഷിക്കുന്നത്. മൈക്രോഫൈബർ തുണികൾ പ്രധാനമായിട്ടും ഡെസ്ക് നന്നായിട്ട് പിടിച്ചെടുക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട് ക്ലീൻ ചെയ്യുന്ന ഡസ്റ്ററിൽ ഇത് നന്നായിട്ടൊന്ന് ചുറ്റി ഒരു റബ്ബർ ഇട്ട് അതിനെ ഒന്ന് കെട്ടിവെക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. വെള്ളത്തിൽ വിനാഗിരി മിക്സ് ചെയ്ത ശേഷം സ്പ്രേ ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു തുണിയിൽ അത് മുക്കി വീടിൻ്റെ മൂലകളിലെല്ലാം അത് ക്ലീൻ ചെയ്തെടുക്കാനും സാധിക്കും. അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ പറഞ്ഞിട്ടുള്ള എല്ലാ മുൻകരുതലും എടുത്താൽ പോലും നമുക്കത് വീടിനുള്ളിൽ പ്രവേശിക്കുന്നത് പൂർണ്ണമായിട്ടും തടയാൻ സാധിക്കില്ല. ഏതെങ്കിലും വിധേന ചിലന്തികൾ വീടിനുള്ളിൽ പ്രവേശിക്കും. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ വീട് നന്നായിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യണം. വീടിന് പുറത്തെ ചീഞ്ഞ ഇലകളോ മൂടാത്ത കമ്പോസ്റ്റ് ബിന്നുകളോ ചവറ്റുകുട്ടകളോ അഴുക്ക് ചാലുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവയൊക്കെ നിങ്ങൾ ക്ലീൻ ചെയ്യണം. കാരണം ഇവയെല്ലാം കീടങ്ങളുടെ പ്രജനന കേന്ദ്രങ്ങളാണ്. ഇത് ചിലന്തികളെ വീടിന് പുറത്ത് താമസിക്കുന്നതിന് ആകർഷിക്കും. അതുകൊണ്ട് തന്നെ മുറ്റം നന്നായിട്ട് വൃത്തിയാക്കണം. പൊതുവെ നിങ്ങളുടെ വീടിൻ്റെ ഈർപ്പമുള്ള ഭാഗങ്ങളിലേക്കാണ് ചിലന്തികൾ മുട്ടയിടുന്നതിന് വേണ്ടിയിട്ട് എത്തുന്നത്. നിങ്ങളുടെ വീടിൻ്റെ ഗ്യാരേജ്, നടുമുറ്റം, വരാന്ത, മുൻവശത്തെ പൂമുഖം എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടാം. എവിടെയെങ്കിലും ചിലന്തി മുട്ടകളുടെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ തന്നെ അത് അവിടെ നിന്നും നീക്കം ചെയ്യണം. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് കാർഡ്ബോർഡ് ബോക്സുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് പകരം പ്ലാസ്റ്റിക് സ്റ്റോറേജ് ബോക്സുകൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് നല്ല അട്രാക്റ്റീവും ആയിരിക്കും. ചിലന്തികൾ അതിലൂടെ കടന്നു പോവുകയുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ചിലന്തികൾ മാറാലെ കിട്ടുന്നത് നമുക്ക് തടയാനും സാധിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീടിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ചിലന്തി വല കെട്ടുന്നതായിട്ട് കണ്ടു തുടങ്ങിയാൽ ആ സ്പോട്ടിൽ തന്നെ അത് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. ചിലന്തികളെ അറ്റുന്നതിന് വേണ്ടിയിട്ട് സ്പൈഡർ റെപ്പലന്റ് സ്പ്രേകൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള സ്പ്രേകളും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ പുൽത്തൈലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതും വെള്ളത്തിൽ മിക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ തുണി ഉപയോഗിച്ച് തുടയ്ക്കുന്ന സമയത്ത് പുൽത്തൈലം അതിൽ മിക്സ് ചെയ്തുകൊണ്ട് തുടയ്ക്കാവുന്നതാണ്. ഇതൊക്കെ നല്ല എഫക്റ്റീവായിട്ടുള്ള മാർഗ്ഗങ്ങളാണ്. നിങ്ങളുടെ വീട് ഒരു വേസ്റ്റ് കുട്ട പോലെ തോന്നിക്കാതെ എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചാനലിൽ പങ്കിട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീട് അലങ്കോലമായി കിടക്കുന്നതിൽ നിന്നും നിങ്ങൾക്ക് പുതിയതുപോലെ കാണപ്പെടാനുള്ള ഒരു രീതിയാണത്. ആ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വീട് നിങ്ങൾക്ക് നന്നായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതുകൂടി കണ്ടു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ.